റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപിട്ട വീഡിയോയിൽ സംസാരിച്ചതാണ്. ഏകദേശം 60 ലക്ഷത്തിലധികം വീടുകളിൽ ഇപ്പോൾ വൈദ്യുതി ലഭ്യമല്ല. റഷ്യ ഉക്രൈനിലെ വൈദ്യുത സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയതാണ് ഇതിന് കാരണം. ഇതിന്റെ അടുത്ത ഘട്ടമായി ഇപ്പോൾ സ്ഥിതി എങ്ങനെയായെന്നാൽ ഉക്രൈൻ പാർലമെന്റിലേക്ക് പോലും വൈദ്യുതി വിതരണം ലഭ്യമല്ല. അതിനാൽ അവിടെയുള്ള പ്രവർത്തനങ്ങൾ റിമോട്ടായി നടത്തപ്പെടുകയാണ്. കോവിഡ് കാലത്ത് പല രാജ്യങ്ങളിലും വർക്ക് ഫ്രം ഹോം അനുവദിച്ചതുപോലെ ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം കണക്കിലെടുത്ത് നിരവധി സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം സ്ഥിരമായി നടപ്പിലാക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ വർക്ക് ഫ്രം ഹോം നിർദ്ദേശം നൽകിയതോടൊപ്പം തന്നെ റഷ്യ ഉക്രൈനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കീവിന് സമീപമുള്ള പ്രദേശങ്ങളിൽ 2 ഹൈമാസ് യൂണിറ്റുകൾ നശിപ്പിക്കപ്പെട്ടതോടെ പലയിടങ്ങളിലും റഷ്യൻ ഡ്രോണുകൾ ഉക്രൈന്റെ പ്രധാനപ്പെട്ട ടാക്ടിക്കൽ ഉപകരണങ്ങളെയും റഡാറുകളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ഇത് സംബന്ധിച്ച വിവരങ്ങൾ സെലൻസ്കി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. റഷ്യ അവരുടെ ആക്രമണ രീതി പൂർണ്ണമായും മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ആക്രമണത്തിന്റെ തീവ്രത അത്രത്തോളം വർദ്ധിച്ചതിനാൽ റഷ്യ എവിടെ എങ്ങനെ ആക്രമിക്കുമെന്ന് കണക്കാക്കാൻ പോലും കഴിയുന്നില്ല എന്ന് സെലൻസ്കി തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഇത് റഷ്യയ്ക്ക് ഒരു നാൾക്കുള്ളിൽ ഉക്രൈനെ കീഴടക്കാനുള്ള അവസരം നൽകുന്നില്ലെങ്കിലും ഉക്രൈനെയും സെലൻസ്കിയെയും സമാധാന ചർച്ചകളിലേക്ക് തള്ളിവിടാൻ കഴിയുന്നത്ര സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് ഈ ആക്രമണങ്ങൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ന് ഡാവോസിൽ ഒരു നിർണായക യോഗം നടക്കാനിരിക്കുകയാണ്. ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉക്രൈനിലെ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന യോഗം നടത്തുന്നു. ഈ യോഗത്തിൽ 200-ലധികം പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രധാന ബിസിനസ്സുകാർ ഉൾപ്പെടെ 200 മുതൽ 300 പേരോളം പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ ഡാവോസ് യോഗത്തിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് അദ്ദേഹം അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടതായും എന്നാൽ യാത്രക്കിടെ വിമാനത്തിലുണ്ടായ ചെറിയൊരു ഇലക്ട്രിക്കൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് മറ്റൊരു വിമാനത്തിലേക്ക് മാറിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ആദ്യം ഇത് വലിയൊരു ചർച്ചയായി മാറി. ഇറാനുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗത്തിനു വേണ്ടി അദ്ദേഹം മടങ്ങി ഇറങ്ങിയതാണോ എന്നുള്ള അഭ്യൂഹ പ്രചരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ പിന്നീട് എയർഫോഴ്സ് 1-ലുണ്ടായ ചില സാങ്കേതിക പ്രശ്നം മൂലമാണ് വിമാനം മാറ്റിയത് എന്ന ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിരുന്നു. ഇപ്പോൾ ഈ ഡാവോസ് മീറ്റിംഗ് എന്തുകൊണ്ട് ഇത്ര പ്രധാനമായി? മുൻപൊക്കെ പോളണ്ടിൽ യോഗം നടന്നിട്ടുണ്ട്, പാരീസിൽ നടന്നിട്ടുണ്ട്, UAE-യിൽ ചില മീറ്റിംഗ് നടന്നിട്ടുണ്ട്, ഉക്രൈനുള്ളിൽ പോലും ചില യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയേക്കാൾ ഈ ഡാവോസ് മീറ്റിംഗ് പ്രത്യേക പ്രാധാന്യം നേടുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ ഇപ്പോഴാണ് സെലൻസ്കി യഥാർത്ഥ സമ്മർദ്ദം നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങിയത്. ഒരു രാജ്യത്തിന്റെ നേതാവായ ആരും തന്നെ തന്റെ ജനങ്ങൾ തന്റെ കാരണമായി ദുരിതം അനുഭവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കില്ല. അതാരായാലും ശരി. ഇപ്പോൾ റഷ്യയിൽ തന്നെ പുട്ടിനെടുക്കുന്ന ചില തീരുമാനങ്ങളാൽ റഷ്യൻ ജനങ്ങളും ബാധിക്കപ്പെടുന്നുണ്ട്. ഒരു തീരുമാനത്തിന്റെ ഫലമായി ഒരു രാജ്യത്തിന്റെ ജനങ്ങൾ നേരിട്ട് നാശത്തിലേക്ക് തള്ളപ്പെടുകയാണെങ്കിൽ തന്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു നേതാവും അത്തരം തീരുമാനങ്ങൾ എടുക്കില്ല. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരാളെ രാജ്യത്തെ സ്നേഹിക്കുന്ന നേതാവ് എന്ന് വിളിക്കാനുമാകില്ല. ഇപ്പോൾ സെലൻസ്കിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി റഷ്യ ആക്രമിച്ച എനർജി ഗ്രിഡുകൾ നിലവിൽ പൂർണ്ണമായും റിപ്പയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഏകദേശം ഒരു കണക്ക് പറയാം. ഉക്രൈനിൽ ഏകദേശം 48-ലധികം തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ട്. ഈ തെർമൽ പവർ പ്ലാന്റുകൾ കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ നിപ്രോവേഴ്സ്ക്, ലീവ്, കീവ്, കൂടാതെ അതിനു ചുറ്റുമുള്ള പടിഞ്ഞാറൻ മേഖല, നിപ്രോ നദിക്കരയിലെയും പ്രത്യേകിച്ച് സാബ്രോസീഷ്യ പോലുള്ള ഡാമുകളിലുമാണ് കൂടുതൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ ഉള്ളത്. ഇവയിൽ നിന്ന് ശാഖകളായി ഒഴുകുന്ന നദികളിലും ജലവൈദ്യുത നിലയങ്ങൾ കൂടുതലായും കാണാം. മൊത്തത്തിൽ നോക്കിയാൽ ഉക്രൈനിൽ ഏകദേശം 100 വൈദ്യുത ഉൽപാദന നിലയങ്ങളുണ്ട്. ഇതിൽ തെർമൽ പവർ പ്ലാന്റുകളും ജലവൈദ്യുത നിലയങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. വിൻഡ് ഫാമുകൾ ഉക്രൈനിൽ വലിയ തോതിൽ ഇല്ല. ഈ 100 നിലയങ്ങളിൽ 85-ലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന പവർ സ്റ്റേഷനുകൾ ഇപ്പോൾ റഷ്യൻ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായോ ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്നതോ എന്നതനുസരിച്ച് ഈ സംഖ്യയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അതിലുപരി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിൽ ഒന്നായ സാബ്രോസീഷ്യ ആണവ നിലയം ഇപ്പോൾ ഉക്രൈൻ്റെ നിയന്ത്രണത്തിലല്ല. ആദ്യഘട്ടത്തിൽ ഉക്രൈൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയണ്ടേ? പശ്ചിമ രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭിച്ചിരുന്നു. പോളണ്ടൊക്കെ ചെയ്തത് നേരിട്ട് വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ബാറ്ററികളും ജനറേറ്ററുകളും നൽകി സഹായിക്കുകയായിരുന്നു. പക്ഷേ ഈ ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള ഇന്ധനം ആവശ്യമാണ്. ഇപ്പോൾ ഉക്രൈനിൽ ഇന്ധനത്തിനും ക്ഷാമം തുടങ്ങുമ്പോൾ
റഷ്യ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി ആക്രമണം ശക്തമാക്കുകയാണ്. ഇത് 2023-ലും റഷ്യ ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഇത്ര വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അന്ന് റഷ്യ ഇത്ര ശക്തമായി ആക്രമിച്ചിരുന്നില്ല. അപ്പോൾ അവർ ചെയ്തിരുന്നത് ക്രിട്ടിക്കൽ പവർ സപ്ലൈ ലൈനുകൾ, ഉദാഹരണത്തിന് ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റേഷൻ, അതുവഴി 1000 അല്ലെങ്കിൽ 2000 വീടുകളിൽ മാത്രം വൈദ്യുതി മുടങ്ങുന്ന രീതിയിലാണ് ആക്രമണം. പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറി. ഇപ്പോൾ റഷ്യ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും അത് അവസാനമായി എത്തുന്ന അവസാന ട്രാൻസ്ഫോമർ വരെ, അത് ചേർന്ന ക്രിട്ടിക്കൽ ജംഗ്ഷൻസ് വരെയും ക്രമാതീതമായി ആക്രമണം നടത്താൻ തുടങ്ങി. ഇത് ഉക്രൈന് മാനേജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ആദ്യ ദിവസം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളെ ആക്രമിക്കപ്പെടുന്നു. 2-ാം ദിവസം ഉക്രൈൻ ബാക്കപ്പ് സംവിധാനങ്ങളിലേക്ക് ഓടുന്നു. ഇൻവെർട്ടറുകൾ ഉപയോഗിച്ച് ഒരു ദിവസം പോലും പൂർണ്ണമായും പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. എന്നാലും എങ്ങനെയോ അവരത് നീട്ടിക്കൊണ്ടുപോകുന്നു. അടുത്ത ഘട്ടങ്ങളിൽ എല്ലാവരും ബാക്കപ്പ് ജനറേറ്ററുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. മുൻ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ ജനറേറ്ററുകളുടെ ഗുണനിലവാരവും അതിലെ ഫ്യൂവൽ കപ്പാസിറ്റിയും അനുസരിച്ചാണ് എത്ര ദിവസം പ്രവർത്തിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പണമുള്ളവർക്ക് എങ്ങനെയെങ്കിലും ജനറേറ്ററുകളും ആവശ്യമായ വിഭവങ്ങളും ഒരുക്കാൻ കഴിയും. പക്ഷേ സാധാരണ ജനങ്ങൾ ഇപ്പോൾ കടുത്ത ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് ഇന്ധനം പോലും ലഭ്യമല്ല. ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ പെട്രോൾ, ഡീസൽ പോലുള്ള ഇന്ധനം ഉക്രൈൻ സർക്കാരിന് തന്നെ ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനാൽ 2-3 ദിവസങ്ങൾക്ക് മുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉക്രൈൻ. ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ഗ്യാസ് ഹീറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ വരുന്നതിന് മുൻപ് പഴയ കാലങ്ങളിലെ ആളുകൾ വിറകുകളൊക്കെ കത്തിച്ച് അതിന് ചുറ്റും ഇരുന്ന് ചൂടുകൊള്ളുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതേ രീതിയിലേക്കാണ് ഇപ്പോൾ ഇവർ തിരികെ പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇതാരും പ്രതീക്ഷിച്ചിരിക്കില്ല. ഈ കടുത്ത ശീതകാലത്ത് വിറകുകൾ ലഭിക്കുക തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ വീടുകളിലും അതിനുള്ള സ്റ്റോറേജും ഇല്ല. ഇതെല്ലാം ചേർന്ന് സെലൻസ്കിയെ ശക്തമായി കോർണർ ചെയ്യുകയാണ്. അവർക്ക് മുന്നിൽ ഇപ്പോൾ വളരെ കുറച്ച് വഴികൾ മാത്രമേ ഉള്ളൂ. ഇത് മറികടന്ന് റഷ്യയെ നേരിടണമെങ്കിൽ അതിനുള്ള സൈനിക ശക്തിയും തിരിച്ചടിക്കാനുള്ള ശേഷിയും ഉക്രൈൻ ഉണ്ടാകണം. പക്ഷേ ഇപ്പോൾ ആ ശക്തിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആയപ്പോൾ ഉക്രൈനിലെ ജനങ്ങളുടെ ദുരിതം തന്നെ സെലൻസ്കിക്ക് എതിരായ ഒരു ആഭ്യന്തര പ്രക്ഷോഭമായി മാറുമോ എന്ന ഭീഷണിയിലേക്ക് അദ്ദേഹം തള്ളപ്പെടുകയാണ്. ഇതിനിടെ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ റഷ്യ അവരുടെ ആക്രമണങ്ങൾ കുറയ്ക്കുന്നില്ല, മറിച്ച് കൂടുതൽ ശക്തമാക്കുകയാണ്. പാർലമെന്റ് കെട്ടിടം മുതൽ തുടങ്ങി ഏകദേശം 60 ലക്ഷത്തിലധികം വീടുകളിൽ വൈദ്യുതി ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഈ 60 ലക്ഷം വീടുകളിൽ 10 ലക്ഷത്തിലധികം വീടുകൾ കീവിൽ മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഈ കേരളം മുഴുവനും ചേർത്ത് 1 കോടി വീടുകളിൽ വൈദ്യുതി ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ വലിയതായി തോന്നാതിരിക്കാം. കാരണം കേരളം ഒരു വലിയ സംസ്ഥാനമാണ്. ജനസാന്ദ്രതയും ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ്. പക്ഷേ ആ 1 കോടി വീടുകളിൽ നിന്ന് 20 മുതൽ 30 ലക്ഷം വീടുകളിൽ ഇൻവെർട്ടർ ഒന്നും ഇല്ലാതിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അതേ തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉക്രൈന്റെ തലസ്ഥാന നഗരത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സർക്കാർ ഓഫീസുകൾക്ക് പോലും ഈ സാഹചര്യത്തെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ഇന്ധനം വാങ്ങി ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനാകുന്നില്ല, അല്ലെങ്കിൽ അതിനാവശ്യമായ സർക്കുലേഷൻ സിസ്റ്റം പോലും അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പാർലമെന്റിന് ആവശ്യമായ കുറഞ്ഞ തലത്തിലുള്ള വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. റേഷൻ രീതിയിലേക്ക് പോലും അത് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ തന്നെ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ താമസിക്കുന്ന സാധാരണ ജനങ്ങൾ എത്രത്തോളം ദുരിതത്തിലായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഹൈമാസ് വിഷയത്തിൽ കൃത്യമായി പറയേണ്ടതുണ്ടെങ്കിൽ, സാബ്രോസേഷ്യ മേഖലയിൽ നിപ്രോ നദിയുടെ മറുകര വരെ റഷ്യ ഇപ്പോൾ ആക്രമണവും അധിനിവേശവും ആരംഭിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ നദീ തീരത്തോട് ചേർന്ന് ഏകദേശം 12 കിലോമീറ്റർ നീളമുള്ള പ്രദേശങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സ്ഥലങ്ങളിലാണ് 2 ഹൈമാസ് യൂണിറ്റുകൾക്ക് നേരെ റഷ്യൻ ഇസ്കാന്ദർ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഇത് ഒരേ സമയത്ത് സമാന്തരമായി എങ്ങനെ നടന്നു എന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസം 3 കിൻസാൽ മിസൈലുകൾ തുടർച്ചയായി കീവിന് ലക്ഷ്യമാക്കി പ്രയോഗിച്ചിരുന്നു. ഈ ആക്രമണത്തിൽ 3 അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 5 പേർക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊഴികെ വലിയ രീതിയിലുള്ള മരണസംഖ്യ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതെല്ലാം നടക്കുന്നതിനിടെ തന്നെ ഹൈമാസ് ഉപയോഗിച്ച് മറ്റ് മേഖലകളിലേക്ക് റഷ്യൻ പൊസിഷൻസിൽ ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചു. പക്ഷേ അത്തരത്തിലൊരു ആക്രമണം നടത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സർവൈലൻസ് ഡ്രോണുകൾ വഴി ഹൈമാസ് മിസൈൽ ലോഞ്ച് ചെയ്ത കൃത്യമായ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. ഹൈമാസ് ഉപയോഗിക്കുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് രീതിയിൽ മിസൈൽ ലോഞ്ച് ചെയ്ത ഉടനെ വാഹനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് പതിവ്. പക്ഷേ ഈ സംഭവത്തിൽ ലോഞ്ച് പോയിന്റിൽ നിന്നും 1/2 കിലോമീറ്റർ പോലും ദൂരം മാറുന്നതിന് മുൻപ് ആ ഹൈമാസ് വാഹനം നേരിട്ട് ഇസ്കാന്ദർ മിസൈൽ ആക്രമണത്താൽ തകർത്തതായി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം.
അത് കണ്ട് ഗൗരവമായി തന്നെ പറയാം. ഹൈമാസ് മിസൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷം മാത്രം ഇസ്കാന്ദർ ഉപയോഗിച്ചതാകാൻ സാധ്യതയില്ല. ഇവിടെ ഒരു മൈൽഡ് കോസ്റ്റ് കറക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഇത്തരമൊരു കൃത്യത സാധ്യമാകൂ. കാരണം ഡ്രോൺ വഴി ലഭിച്ച ദൃശ്യങ്ങളും ലൊക്കേഷൻസും ഷെയർ ചെയ്ത് ഇതിനകം ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന മിസൈലിന്റെ ദിശ തത്സമയം മാറ്റിയാൽ മാത്രമേ ഇത്രയും കൃത്യമായ ഒരു ആക്രമണം സാധ്യമാകൂ. ഇസ്കാന്ദർ മിസൈലുകളിൽ ഇത്തരത്തിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യക്തമായത്. ഇപ്പോൾ അത് വളരെ വൈറലായ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം പല സ്ഥലങ്ങളിലും പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് കിൻസാൽ മിസൈലുകളെ തടയാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ഇതിന്റെ ഫലമായാണ് ഉക്രൈനകത്ത് ഇത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ, അതും തലസ്ഥാന നഗരത്തെ നേരിട്ട് ലക്ഷ്യമാക്കി ഉണ്ടായിരിക്കുന്നത്. ഇവയ്ക്കെല്ലാം അപ്പുറം സെലൻസ്കിയുടെ പുതിയ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. റഷ്യ തങ്ങളുടെ മുഴുവൻ ടാക്ടിക്സും മാറ്റിയതായി അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് ആദ്യം ഡ്രോണുകൾ അയച്ച് അവയുടെ ഷാഡോ എഫക്റ്റ് ഉപയോഗിച്ച് മിസൈലുകൾ പ്രയോഗിക്കുന്ന രീതിയായിരുന്നു. അതായത് ആദ്യം വലിയ തോതിൽ ഡ്രോണുകൾ, അതിനുശേഷം മിസൈലുകൾ. പക്ഷെ ഇപ്പോൾ ഈ രീതി പൂർണ്ണമായും റഷ്യ മാറ്റിയിരിക്കുന്നു. ഏത് മിസൈൽ എപ്പോൾ വരും, എങ്ങനെയാണ് അതിവേഗം കുറഞ്ഞ സമയത്തിനുള്ളിൽ അതെത്തുന്നത്, ഒന്നും മനസ്സിലാകാത്ത രീതി. എയർ റെയ്ഡ് അലാറം ആക്ടിവേറ്റ് ചെയ്യുന്നതിന്റെ അടുത്ത ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മിസൈൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് റഷ്യ അവരുടെ ആക്രമണ തന്ത്രം മാറ്റിയതായി സെലൻസ്കി തുറന്നു പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, റഡാറിൽ ഈ ഭാഗത്ത് ഒന്നും തന്നെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നില്ല. മുന്നറിയിപ്പില്ലാതെ മിസൈലുകൾ അകത്തേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, റഷ്യ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ജാമിംഗ്, ഇലക്ട്രോണിക് വാർഫെയർ ഏജന്റുകൾ റഷ്യ വഴി വലിയ തോതിൽ ഈ മേഖലയിൽ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏക സാധ്യതയുള്ളൊരു സിനാരിയോ. ഇവയെല്ലാം ചേർന്ന് ഉക്രൈനെ, പ്രത്യേകിച്ച് ഉക്രൈൻ്റെ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റിനെയും കമാൻഡ് യൂണിറ്റിന് മുകളിലുള്ള ലീഡർഷിപ്പിനെയും ഇപ്പോൾ ശക്തമായ സമ്മർദ്ദത്തിലേക്ക് തള്ളുകയാണ്. ഇപ്പോൾ സെലൻസ്കിയോ അല്ലെങ്കിൽ ഉക്രൈനിലെ അധികാരികളോ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാതെ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ദുരിതം അടുത്ത ഘട്ടത്തിലൊരു കോപമായി മാറും. അത് സംഭവിച്ചാൽ ഇപ്പോഴുള്ള ഈ ഭരണകൂടത്തെ ഉക്രൈനിൽ ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇവിടെ റഷ്യ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങൾ ബാധിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ വളരെ ദാരുണമായ കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് തന്നെ ഈ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലെ തണുപ്പ് പോലും സഹിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. -1 ഡിഗ്രി, -17 ഡിഗ്രി സെൽഷ്യസ് വരെ രാത്രി സമയത്ത് അനുഭവിക്കുന്ന ആ തണുപ്പിൽ അവിടെ കഴിയുന്ന ആളുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് റഷ്യ നിർത്തണം. അവർ നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിക്കണം. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.